BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ 220 കിലോഗ്രാം വലിപ്പം കുറഞ്ഞ സാഫി മത്സ്യം പിടികൂടിയതായി മറൈൻ റിസോഴ്സ് ഡയറക്ടറേറ്റ് അറിയിച്ചു. 2002 സമുദ്ര വിഭവങ്ങളുടെ ചൂഷണം, സംരക്ഷണം എന്നിവ സംബന്ധിച്ച നിയമപ്രകാരം രാജ്യത്ത് ഇവ പിടിക്കുന്നതിന് ചില കാലയളവുകളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് ജുഡീഷ്യൽ ഓഫീസർമാർ നടത്തുന്ന സമുദ്ര നിരീക്ഷണ ശ്രമങ്ങളുടെയും നിയമലംഘകരെ പിടികൂടുന്നതിനുള്ള ദൈനംദിന ക്യാമ്പയിനുകളുടെയും ഭാഗമായാണ് ഈ നടപടിയെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇവയുടെ മത്സ്യബന്ധനം, വിൽപ്പന, വാങ്ങൽ, കച്ചവടം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മറൈൻ റിസോഴ്സ് ഡയറക്ടറേറ്റ് എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടു. ദിവസേനയുള്ള പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുന്നതിനും നിയമലംഘകരെ പിടികൂടുന്നതിനും അവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖമറിയിച്ച ബഹ്റൈൻ. ദുരന്തത്തിൽ 240-ലധികം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിനോടും ജനങ്ങളോടും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെയും അനുശോചനം അറിയിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ബഹ്റൈൻ ആശംസിച്ചു. പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ MP അനാഥരായ പ്രവാസികളുടെ നാഥനായി മാറിയെന്ന് ബഹ്റൈൻ OICC അഭിപ്രായപ്പെട്ടു. എല്ലാ വിമാന കമ്പനികളും ഒന്നിച്ച് മനഃപൂർവ്വം പ്രവാസികളെ ചൂഷണം ചെയ്യുന്നുവെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് നിലവിലെന്നും ഷാഫി പറമ്പിൽ MP അഭിപ്രായപ്പെട്ടു. പ്രവാസി വിഷയങ്ങളിൽ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇടപെടൽ നടത്തിയ ഷാഫി പറമ്പിൽ പ്രവാസികളുടെ രക്ഷകനായി മാറിയെന്ന് ബഹ്റൈൻ OICC ദേശീയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. തന്റെ സുഹൃത്ത് വലയത്തിൽ നിരവധി OICC നേതാക്കൾ ഉള്ളതുകൊണ്ട് പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ ഷാഫി പറമ്പിൽ MPക്ക് സാധിക്കുന്നുവെന്നും ബഹ്റൈൻ OICC അഭിപ്രായപ്പെട്ടു. തുടർന്നും പ്രവാസി വിഷയങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഉണ്ടാകുമെന്നും ബഹ്റൈൻ OICC പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഉഷ്ണതരംഗത്തിനിടയിൽ അടുത്ത ഏതാനും ദിവസങ്ങളിൽ സൗദിയിലും ഒമാനിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ട ഏജൻസികൾ അറിയിച്ചു. ഒമാനിലെ ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെയുള്ള മഴയും ഇടിമിന്നലും പ്രതീക്ഷിക്കുന്നതായാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വയനാട്ടിൽ തുടരെയുള്ള ഉരുൾപൊട്ടലിൽ ഇന്ത്യൻ സൈന്യവും മറ്റ് സന്നദ്ധ സംഘങ്ങളും നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ പ്രശംസ ഏറ്റുവാങ്ങുന്നു. ഒരു ഒളിമ്പിക്സ് മെഡലിനേക്കാളും ഒട്ടും കുറവല്ല ഈ ധീരമായ പ്രകടനങ്ങൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന പ്രതികരണം. കരസേന, നാവികസേന, NDRF എന്നിവരടങ്ങുന്ന റെസ്ക്യൂ ടീമുകൾ പരുക്കൻ കാലാവസ്ഥയ്ക്കിടയിലും രക്ഷപ്പെട്ടവരെ തിരയുകയാണ്. അതേസമയം തന്നെ ദുരിതബാധിതർക്ക് നിർണായക സഹായം നൽകാൻ ഒന്നിലധികം ഏജൻസികൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച അവലോകന യോഗത്തിൽ മുണ്ടക്കൈ പൂർണ്ണമായും തകർന്നുവെന്ന് വിലയിരുത്തൽ. മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നും യോഗത്തിൽ നിരീക്ഷണം. രക്ഷാദൌത്യ സംഘം നേരിടുന്നത് വലിയ വെല്ലുവിളിയെന്നും യോഗം വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെയും ആർമിയുടെയും ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ സംതൃപ്തരെന്നും വിലയിരുത്തൽ. മുണ്ടക്കൈയിലേക്ക് കൂടുതൽ വെള്ളവും ഭക്ഷണവും എത്തിക്കാനും യോഗത്തിൽ തീരുമാനമായി. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ അമിത്ഷായ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് വയനാട്ടിൽ പ്രഖ്യാപിച്ചത് ദുരന്തം നടന്ന ശേഷമാണ്. കേന്ദ്രം പ്രവചിച്ചതിലധികം മഴ പെയ്തുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറയുന്ന കാര്യത്തിൽ വസ്തുതയില്ല. NDRFനെ കേരളം നേരത്തെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തേക്ക് അയച്ചത്. കേന്ദ്ര കാലാവസ്ഥ കേന്ദ്ര മുന്നറിയിപ്പ് അനുസരിച്ച് എല്ലാ മുൻകരുതലും കേരളം എടുക്കാറുണ്ട്. ഈ ദുരന്തങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് സംഭവിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു.
കേരളത്തിൽ കടുത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് ഉയരുന്നു. KCBക്ക് കീഴിലുള്ള ഡാമുകളിൽ നീരൊഴുക്ക് കൂടിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയിൽ ജലനിരപ്പ് 52.81%. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് 83.26% വർദ്ധിച്ചു. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി വ്യാഴാഴ്ച ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചു. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, അംഗനവാടികൾ, നഴ്സറികൾ, മദ്രസ, കിൻഡർ ഗാർഡൻ എന്നിവയ്ക്കും അവധി ബാധകമാണ്. ട്യൂഷൻ സെന്ററുകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല. പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. പൂങ്കുന്നം ഗുരുവായൂർ റെയിൽപാളത്തിൽ വെള്ളം കയറിയതിനാൽ ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. വ്യാഴാഴ്ച ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി, ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ തൃശ്ശൂരിൽ നിന്നാകും യാത്ര ആരംഭിക്കുക. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ പുതുക്കാട് നിന്നും സർവീസ് ആരംഭിക്കും. എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ തൃശ്ശൂർ വരെ മാത്രമേ സർവീസ് നടത്തൂ. ഉച്ചയ്ക്കുള്ള ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ തൃശ്ശൂരിൽ നിന്ന് മാത്രമേ യാത്ര തുടങ്ങൂ. തൃശ്ശൂർ കണ്ണൂർ പാസഞ്ചർ ഷൊർണൂരിൽ നിന്നാകും സർവീസ് ആരംഭിക്കുക. കൂടാതെ ഷൊർണൂർ തൃശ്ശൂർ, ഗുരുവായൂർ തൃശ്ശൂർ, തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയതായും റെയിൽവേ അറിയിച്ചു. ഇന്നലെ രാത്രി ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തൃശ്ശൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പ്രസ്തുത വണ്ടിയിൽ ഗുരുവായൂരിൽ നിന്നും റിസർവ് ചെയ്തിട്ടുള്ള യാത്രികരെ ബസ് മാർഗം സൗജന്യമായി വാടാനപ്പള്ളി വഴി തൃശ്ശൂരിൽ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചുവെന്നും റെയിൽവേ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയിൽ പ്രവർത്തനയോഗ്യമല്ലാതായ ARD 44-46 എന്നീ കടകൾ അടിയന്തരമായി പുനഃസ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി GR അനിൽ. ദുരന്തബാധിത പ്രദേശത്തെ ഈ 2 കടകളിൽ നിന്നും റേഷൻ കൈപ്പറ്റാനാകാത്ത ഉപഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ റേഷൻ തുടർന്ന് നൽകുന്നതിന് നിർദ്ദേശം നൽകി. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സംഭവിച്ച മുണ്ടക്കൈ, ചുരൽമല എന്നീ പ്രദേശങ്ങൾ കൽപ്പറ്റ ഡിപ്പോയുടെ പരിധിയിൽ വരുന്നതാണ്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കൽപ്പറ്റ സൂപ്പർ മാർക്കറ്റുകളിലും കൽപ്പറ്റ ഡിപ്പോയുടെ കീഴിലുള്ള 13 ഔട്ട്ലെറ്റുകളിലും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സപ്ലൈകോ CMDക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ദുരന്തബാധിത മേഖലകളിൽ വിതരണത്തിന് ആവശ്യമായ അരി, പഞ്ചസാര, കടല, വെളിച്ചെണ്ണ, വൻപയർ എന്നിവയുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാക്കാൻ ഡോക്ടർ MA ഖാദർ അധ്യക്ഷനായി സർക്കാർ നിയോഗിച്ച സമിതിയുടെ 2ാം റിപ്പോർട്ടിൽ നിർദ്ദേശം. എന്നാൽ പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് സമയം ക്രമീകരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർദ്ദേശങ്ങൾ ഓരോന്നും പ്രത്യേകം പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്ന വ്യവസ്ഥയോടെ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചു. പ്രീ സ്കൂൾ, അംഗൻവാടികളുടെ സമയം പ്രാദേശിക സമൂഹം തീരുമാനിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് നിർദ്ദേശം. 4-4.5 മണിക്കൂർ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചാൽ മതി. നിലവിൽ സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകൾ രാവിലെ 9:30 മുതൽ 3:30 വരെയും 10 മുതൽ 4 വരെയുമാണ് പ്രവർത്തിക്കുന്നത്. പഠന സമയം കഴിഞ്ഞ 2 മുതൽ 4 വരെ കലാ കായിക അഭിരുചി പ്രവർത്തനങ്ങൾക്കും ലൈബ്രറി, ലബോറട്ടറി, തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി വിനിയോഗിക്കാം. സമയമാറ്റ നിർദ്ദേശം പുരോഗമനപരമാണെന്നും എന്നാൽ നിലവിലെ സാമൂഹിക സാഹചര്യം ഇത്തരമൊരു സമയമാറ്റത്തിന് അനുകൂലമായിട്ടില്ലെന്നും വിശദ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.